നിങ്ങൾ ഈ മോഡേൺ ട്രേഡ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്താൽ തന്നോ? എനിക്കൊന്ന് നമ്മളെ ഓഡിയൻസിന് ചിലപ്പോൾ മനസ്സിലാവില്ല. എന്താണ് GT, MT, പിന്നെ ഓൺലൈൻ എന്താ പറയാ? നമ്മൾ പറയുകയാണെങ്കിൽ നമുക്ക് വി ക്യാൻ ക്ലാസിഫൈ ജനറൽ ട്രേഡ്, GT മാർക്കറ്റ്സ്. GT മാർക്കറ്റ്സിൽ നമുക്ക് ക്ലാസിഫൈ ചെയ്യുമ്പോൾ തന്നെ ഇപ്പം നമുക്ക് പറയാം, ഇപ്പോൾ ഞങ്ങളുടെ ടേംസിൽ ഞങ്ങൾ ക്ലാസിഫൈ ചെയ്യാറ് ജനറൽ ട്രേഡിൽ എന്ത് ചെയ്യും, ABCD കാറ്റഗറീസ്. A കാറ്റഗറിയിൽ വരുമ്പോൾ ഇപ്പോൾ ജനറൽ ട്രേഡിൽ ഞങ്ങൾ ഫോക്കസ് ചെയ്യുന്നത് ഒരു 1, 2, 3 സൂപ്പർ മാർക്കറ്റ്സ് ഇതൊക്കെ എല്ലാം കുഴപ്പമില്ലാത്തൊരു. ഇപ്പോൾ ലെറ്റ്സ് നമ്മളവിടെ ഇപ്പോൾ ജാംജൂമിനൊക്കെ ഞങ്ങൾ ക്ലാസിഫൈ ചെയ്യുമ്പോൾ A കാറ്റഗറിയിൽ A+ കാറ്റഗറിയിൽ കാറ്റഗറൈസ് ചെയ്യുന്ന ആൾക്കാരാണ് ജാംജൂം, ബഡ്ജറ്റ്, ഇങ്ങനത്തെ ഐപ്പേഴ്സിനൊക്കെ നമ്മൾ എന്ത് ചെയ്യും, ഇത് ഞങ്ങളൊരു പോയിന്റിൽ ഞങ്ങൾ എന്ത് ചെയ്യും, ഇവരെങ്ങനെ ഇത് ചെയ്യും. കാരണം ഇൻഡിവിജ്വൽ പർച്ചേസാണ് ഇപ്പോഴും അവർ ചെയ്യുന്നത്. ഇപ്പോൾ ലെറ്റ്സ് ജാംജൂമും ഇവരൊക്കെ ഇപ്പോഴും നമ്മൾ എന്ത് ചെയ്യും, സെൻട്രലൈസ്ഡ് DC അല്ല സപ്ലൈ ചെയ്യുന്നത്. ഇപ്പം അവർക്കും ഇപ്പം എനിക്ക് തോന്നുന്നു ഒരു 8 സ്റ്റോറൊക്കെ ഉണ്ടാവും. ബട്ട് ഓരോ സ്റ്റോറാണ് ഇൻഡിവിജ്വൽ പർച്ചേസ് ആണ് ഇപ്പോൾ. അപ്പോൾ അഗൈൻ നമ്മൾ എന്ത് ചെയ്യും, GTയിൽ കാൽക്കുലേറ്റ് ചെയ്ത് സ്റ്റാൻഡ് ലോൺ സൂപ്പർ മാർക്കറ്റ്സിൽ കാൽക്കുലേറ്റ് ചെയ്യും A+ കാറ്റഗറി. പിന്നെ അഗൈൻ B കാറ്റഗറി എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഒരു നെക്സ്റ്റ് ലെവലിൽ വരുന്ന സൂപ്പർ മാർക്കറ്റ്സിലൊക്കെ B കാറ്റഗറി. പിന്നെ C ബേക്കറീസോ DCE എന്നൊക്കെ പറയുമ്പോൾ കിരാണ സ്റ്റോർസിലേക്ക് എത്തി ഇതിലേക്ക് വരും. അപ്പൊ GT മാർക്കറ്റിൽ ഞങ്ങൾ ഇങ്ങനെ ക്ലാസിഫൈ ചെയ്യും, ജനറൽ ട്രേഡിൽ ഇങ്ങനെ ക്ലാസിഫൈ ചെയ്ത് വെക്കും. ഈ കാറ്റഗറി എന്നൊക്കെ പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ല, ഹോൾസെയിൽ കാറ്റഗറിയിലല്ലേ, അതിൽ നമുക്ക് കൂടുതൽ ഉണ്ടാവുക ED സ്റ്റോർസ് ആയിരിക്കും കൂടുതൽ ഉണ്ടാവുക. കാരണം എന്താ വെച്ചാൽ അത്രയും ചെറിയ പെട്ടിക്കടകളും ചെറിയ ഷോപ്പുകളൊക്കെ ആയിക്കാരും ആ കാറ്റഗറിയിൽ വരുന്നുണ്ടാവുക. ബട്ട് ദ നമ്പേഴ്സ് വിൽ ബി ഹ്യൂജ്, അങ്ങനെ കുറെ നമ്പേഴ്സ് ഉണ്ടാവും. പിന്നെ ഞങ്ങൾ ഇതിലുണ്ടായിരുന്ന മോഡേൺ ട്രേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേർ വി ക്യാൻ സപ്ലൈ ടു DCs. DC പറഞ്ഞാൽ സെൻട്രലൈസ്ഡ് വെയർഹൗസ്. അപ്പോൾ വെയർഹൗസിലേക്ക് സപ്ലൈ ചെയ്യുന്നു. DCയിൽ നിന്നും ഡയറക്റ്റ് സ്റ്റോറിലേക്ക് ഇൻഡിവിജ്വൽ. ഇപ്പോൾ ലെറ്റ്സ് ലുലുവിനാണെങ്കിലും DCകൾക്കും ഇതിലും മോഡേൺ ട്രേഡിലും ഒരു വി വിൽ ക്ലാസിഫൈ റീജിയണൽ മോഡേൺ ട്രേഡും നാഷണൽ മോഡേൺ ട്രേഡും ഉണ്ട്. റീജിയണൽ മോഡേൺ ട്രേഡ് പറഞ്ഞപ്പോൾ നമ്മളവിടെ ഇപ്പോൾ ബിസ്മിയൊക്കെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ റീജിയണൽ മോഡേൺ ട്രേഡ് നിങ്ങൾക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ബിസ്മി ഇപ്പോൾ ഒക്കെ പറയണമെന്നുണ്ടെങ്കിൽ നമ്മൾ റീജിയണൽ മോഡേൺ ട്രേഡിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യും. ഇപ്പോൾ ഹൈദരാബാദ് രത്നദീപ് ഒക്കെ പറയണമെങ്കിലും നമ്മൾ റീജിയണൽ മോഡേൺ ട്രേഡിലാണ് കാൽക്കുലേറ്റ് ചെയ്യും. റീജിയണൽ മോഡേൺ ട്രേഡ് വേർ നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ദേ വിൽ ബി വെരി സ്ട്രോങ് ഇൻ ദർ റീജിയൻ ആൻഡ് ദേ വിൽ ഹാവ് മിനി സ്റ്റോർസ്. ഇപ്പോൾ കോയമ്പത്തൂർ പറയുകയാണെങ്കിൽ കണ്ണൻ സ്റ്റോർസ്, കണ്ണൻ ഡിപ്പാർട്ട്മെന്റൽ സ്റ്റോർ ഒക്കെ ഉണ്ട്. ഇപ്പോൾ കോയമ്പത്തൂരൊക്കെ പഠിച്ച ആളുകൾക്ക് അറിയുന്നുണ്ടാവും. അതൊക്കെ നമ്മൾ റീജിയണൽ മോഡേൺ ട്രേഡിലാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ആ ഏരിയയിൽ അവരാണ് ഏറ്റവും ഇപ്പോൾ ഇവിടെ നമ്മൾ പറയുകയാണെങ്കിലും ഇപ്പോൾ ഈ ലുലു നെസ്റ്റൊക്കെ വരുന്നതിനും ബിസ്മി ഇവിടെ നല്ല സ്ട്രോങ് ആയിരുന്നല്ലോ, ഓർമ്മ ഉണ്ടാവും അന്നൊരു സമയത്ത് ബിസ്മി. അപ്പോൾ ബിസ്മി ഇപ്പോഴും ബിസ്മി ഉണ്ട്, ഇപ്പോൾ റിലയൻസ് ടേക്ക് ഓവർ ചെയ്തു. ബട്ട് പിന്നെ സ്ട്രോങ് കേരളത്തില് അല്ല, കേരളത്തിൽ ഇപ്പോൾ ഒബ്വിയസ്ലി ഇപ്പോൾ നെസ്റ്റോ ലുലു ഒക്കെ നല്ല രീതിയിൽ ഇപ്പോൾ പെർഫോം ചെയ്ത് വരുന്ന സമയം. പക്ഷേ റിലയൻസും ഇവരൊക്കെ അന്നും ഉണ്ട്. ബട്ട് ഇവരൊക്കെ പ്ലാറ്റ്ഫോംസിന്റെ വർക്കിംഗ് ഡിഫറെൻ്റ് ആണ്. അഗെയിൻ അതിലേക്ക് ഞാൻ വരാം. ഇപ്പം ഇവരെ ഇത് നമ്മൾ നോക്കുകയെന്നുണ്ടെങ്കിൽ ഈ ബിസ്മിൻ്റെ കാര്യം ഞാൻ പറഞ്ഞല്ലോ, റീജിയണൽ മോഡേൺ ട്രേഡിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യും. കാരണം ഇവർ നിൽക്കുന്നത് കേരള സ്റ്റേറ്റ്സിലായിരിക്കും. ഇവർക്ക് വേറെ വേറെ അതർ സ്റ്റേറ്റ്സിൽ എന്തുണ്ടാവില്ല, ഓപ്പറേഷൻസ് ഉണ്ടാവില്ല. ബട്ട് ഇയർ ദേ വിൽ ഹാവ് 10 or 15 സ്റ്റോർസ് ആൻഡ് DC പർച്ചേസ് ഒക്കെ ആയിട്ട് തന്നെ അവർ വർക്ക് ചെയ്യുന്നുണ്ടാവും. റീജിയണൽ മോഡേൺ ട്രേഡ്. നാഷണൽ മോഡേൺ ട്രേഡ് എന്ന് പറയുമ്പോഴാണ് നമ്മൾ അഗെയിൻ റിലയൻസ് എല്ലാ സ്റ്റേറ്റ്സിലും ഇപ്പോൾ ഡിമാർട്ട്, സ്പെൻസർ, പണ്ട് ബിഗ് ബസാർ. ഇപ്പോൾ ബിഗ് ബസാറൊക്കെ ഏകദേശം കുറേ റീറ്റെയിൽ ചെയിൻസിനെ ആരെടുത്ത് റിലയൻസ് ടേക്ക് ഓവർ ചെയ്തു. കുറേ ചെയിൻസിനെ ഇപ്പോൾ റിലയൻസ്, ഹൈപ്പർ സിറ്റി ഒക്കെ ഉണ്ടായിരുന്നു, ഒക്കെ ഇതിനും റിലയൻസ് ടേക്ക് ഓവർ ചെയ്തു. അപ്പോൾ ഇതൊരു പ്ലാറ്റ്ഫോമാണ്. ഇവരൊക്കെ ഇപ്പോൾ റീസെൻ്റ്ലി ഇപ്പോൾ ബിസ്മിയും റിലയൻസ് എടുത്തല്ലോ. അപ്പോൾ ഇതൊക്കെ റിലയൻസിനെ ആസ് എ ടോട്ടൽ നോക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് അത് നാഷണൽ ചെയിൻസ് ആണ്. നാഷണൽ ചെയിൻസിന് എന്തുണ്ടാവും, സൗത്ത് ഓപ്പറേഷൻസ് ഉണ്ടാവും, നോർത്ത്, സൗത്ത്, സെൻട്രൽ, വെസ്റ്റ്, ഈസ്റ്റ് പറഞ്ഞിട്ട് അവർക്ക് ഓരോ സോൺസ് തന്നെ അവർ സപ്ലൈ ചെയ്തിട്ടുണ്ടാവും. ഇപ്പൊ ലുലും ഇപ്പൊ അതേമാതിരി ഡെവലപ്പായി വന്നുകൊണ്ടിരിക്കുന്നതാണ്. കാരണം ഇപ്പൊ ലുലുവിനാണെങ്കിലും ഹൈദരാബാദ്, UP യിലുണ്ട്. ഇപ്പൊ ഇനി കേരളത്തിൽ. അപ്പൊ ഇത് വളരുന്നതിനനുസരിച്ച് ഇവരുടെ സ്റ്റോഴ്സും നമ്പർ കൂടുന്നതിനനുസരിച്ച് എന്ത് ചെയ്യും, ഇവരിങ്ങനെ സോൺസ് സെപ്പറേറ്റ് ചെയ്യും. സോൺസ് തന്നെ പിന്നെ അഗെയിൻ സ്പെസിഫിക് റീജിയൻസ് ആയിട്ട് അവരിങ്ങനെ ഡിവൈഡ് ചെയ്ത് വൺസ് ദ ബിസിനസ് ഗ്രോ അവരെന്ത് ചെയ്യും, ഇതിനെങ്ങനെ സ്ട്രക്ചറൈസ് ചെയ്ത് പോകുന്നത്. അപ്പോൾ ഇതിൽ പിന്നെ നമ്മൾ ചെയ്യുന്നത് പറഞ്ഞാൽ അപ്പോൾ നാഷണൽ ചെയിൻസ്, റീജിയണൽ ചെയിൻസ്. അപ്പോൾ MTയിൽ നാഷണൽ ചെയിൻസ് പറയുമ്പോൾ ഈ പറഞ്ഞ ഒരു റിലയൻസ്, ലുലു, പിന്നെ ബിഗ് ബസാർ, ഡിമാർട്ട്, ഇങ്ങനത്തെയൊക്കെ നമ്മൾ നാഷണൽ ചെയിൻസിൽ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. പിന്നെ ഇതിൽ തന്നെ പിന്നെ നമ്മൾ അടുത്ത് മോഡേൺ ട്രേഡ് അല്ലാതെ GT, മോഡേൺ ട്രേഡ്, ദെൻ നമുക്ക് ഇ-കൊമേഴ്സ്, ക്യു-കൊമേഴ്സ്. ഇതിപ്പോ നാല് ചാനലുകളാണ് ഇപ്പോൾ. ഇ-കൊമേഴ്സും ക്യു-കൊമേഴ്സും നമ്മൾ ഒന്നിനാണ് ഇപ്പൊ നമ്മളൊക്കെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇ-കൊമേഴ്സും ക്യു-കൊമേഴ്സും സെയിം വിങ് തന്നെയാണ്. പക്ഷേ MTയും GTയും വേറെയാണ്. MTയും GTയും വേറെ തന്നെയാണ്. GT ഹാൻഡിൽ ചെയ്യുന്ന മാനേജേഴ്സ് വേറെയാണ്, ടീം വേറെയാണ്, എല്ലാം വേറെയാണ്. MT ഹാൻഡിൽ ചെയ്യുന്ന ടീം വേറെയാണ്, അതിന്റെ പ്രൊമോട്ടേഴ്സ് വേറെയാണ്, ഒക്കെ വേറെ തന്നെയാണ്. ഇപ്പോൾ ലെറ്റ്സ് MTയിൽ നമുക്ക് പ്രൊമോട്ടേഴ്സ് ഇപ്പോൾ ഇവിടെ ഇപ്പോൾ ലെറ്റ്സ് ഇപ്പോൾ ഹൈലൈറ്റ് ഇപ്പോൾ നെസ്റ്റോയിലാണെങ്കിൽ അവിടെ ഉണ്ടാവുന്ന പ്രൊമോട്ടേഴ്സ് ചിലപ്പോൾ
ലുലുവില് എടപ്പള്ളി അവിടെ പ്രൊമോട്ടേഴ്സ് വിൽ ബി ഡിഫറെന്റ്. ഇത് MTന്റെ പ്രൊമോട്ടേഴ്സ് വേറെ തന്നെ ആയിരിക്കും. ബട്ട് ജാംജൂം പോകുന്ന പ്രൊമോട്ടേഴ്സ് വേറെ ആയിരിക്കും. അപ്പോൾ GT MT ഇ-കൊമേഴ്സ് ഒരു ചാനലാണ്. അതെ. അപ്പൊ അങ്ങനെ GT MT. പിന്നെ നമുക്ക് മുന്നേ ഉണ്ടായിരുന്ന ഇതെന്ന് പറഞ്ഞാൽ ഇ-കൊമേഴ്സും. ക്യുക്കൊമേഴ്സ് ഇപ്പൊ നമുക്കൊരു 2-2.5 വർഷമായിട്ടില്ല ഇപ്പൊ ക്യുക്കൊമേഴ്സിന്റെ അത് കൂടുതലായി വന്നത്. പിന്നെ നമ്മൾ ഇ-കൊമേഴ്സ് തന്നെ ഇ-കൊമേഴ്സും ക്യുക്കൊമേഴ്സും വി ഹാൻഡിൽ വിത്ത് സെയിം ടീം. അതിനെന്ത് ചെയ്യും, ഇ-കൊമേഴ്സും ക്യുക്കൊമേഴ്സും ഹാൻഡിൽ വിത്ത് സെയിം ടീം. പിന്നെ ഉള്ളത് ഹൊറേക്ക, ഹോട്ടൽ റെസ്റ്റോറൻറ്റ് കഫേ, അതായത് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. അതെ. അതിലിപ്പോൾ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ ഇപ്പോൾ പറയുകയാണെങ്കിൽ ആർമി ക്യാൻറ്റീൻ, നേവൽ ക്യാൻറ്റീൻ, അങ്ങനത്തെ അതിൻ്റെ പ്രൊഡക്റ്റ് ബേസും അതിൻ്റെ സപ്ലൈ ചെയ്യുന്ന കാര്യങ്ങളും വേറെ തന്നെ ആയിരിക്കും. ഇപ്പോൾ എല്ലാ ചെയിനിലും എല്ലാ സാധനങ്ങളും മേ ബി വി വോണ്ട് സപ്ലൈ. ഇപ്പോൾ നമ്മൾ കരിക്കൊക്കെ പറയുകയാണെങ്കിൽ ഇപ്പോൾ എനിക്ക് തോന്നുന്ന മെയിൻ കോർ ഹോട്ടൽസിൽ വരെ പോലും സപ്ലൈ. ഇപ്പോൾ വയനാട് താജിലടക്കം അവർ സപ്ലൈ ചെയ്യുന്നുണ്ടായിരുന്നു. അതിനെപ്പറ്റി ഫൈനൽ ഡിസ്കഷൻസിലായിരുന്നു. അപ്പോൾ ഇതൊക്കെ നമ്മൾ എന്ത് വി വിൽ കാൽക്കുലേറ്റ് ഇൻ ഹൊറേക്ക.